ബലൂചിസ്ഥാനിലെ ധാതു നിക്ഷേപങ്ങളിൽ കണ്ണുവച്ചിരിക്കുകയാണ് ട്രംപ്. പക്ഷേ ഇത് കുഴിച്ചെടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ളവർ. എന്തായിരിക്കും ഇനി ട്രംപിൻ്റെ നീക്കം? അതായത് ഈ ബാറിക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഖനന ഭീമൻ ആണ്. കാനഡ ആസ്ഥാനമായി ഒൻറ്റാറിയോയിലാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ അവർ 2022 പാകിസ്ഥാനുമായിട്ടൊരു കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന് അതിൻ്റെ അകത്ത് ഓഹരിയുണ്ട്. അതുപോലെ തന്നെ പ്രവിശ്യ സർക്കാരുണ്ടല്ലോ, പാകിസ്ഥാൻ്റെ പാവയായിട്ട് ബലൂചിസ്ഥാനിലൊരു സർക്കാരിനെ വെച്ചിട്ടുണ്ട്, അവർക്കും ഇതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്. എന്നിട്ട് ഈ ബാറിക് ഗോൾഡ് റിക്കോ ദിക് എന്ന് പറഞ്ഞ ഖനി, അത് ചാഗായ് പ്രവിശ്യയിലാണ്. ഈ ചാഗായ് പ്രവിശ്യയിലാണ് ആണവ പരീക്ഷണങ്ങളൊക്കെ പാകിസ്ഥാൻ ആദ്യം നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജനവാസം കുറഞ്ഞ മേഖലയിലാണല്ലോ ഇത് ചെയ്യുന്നത്. നമ്മളും രാജസ്ഥാനിൽ ജനവാസം കുറഞ്ഞ മേഖലയിലാണ് ആണവ പരീക്ഷണം നടത്തിയിരുന്നത്. അപ്പോൾ ഈ ചാഗായ് പ്രവിശ്യയിൽ 2,70,000 പേർ ആണ് ആ ഭാഗത്ത് താമസിക്കുന്നത്. 1998 ഈ ആണവ പരീക്ഷണം നടന്നത്. ആ പ്രവിശ്യയിലാണ് റീക്കോ ദിക് എന്ന് പറഞ്ഞ ചെമ്പ് ഖനി. അപ്പോൾ ചെമ്പ് ഖനികൾ, സ്വർണ്ണ ഖനികളൊക്കെ പല സ്ഥലത്തും അർജൻറ്റീന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആഫ്രിക്കയിലുമൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഇവർ, നമ്മുടെ ബാറിക് ഗോൾഡ്. അപ്പോൾ ഈ ബാറിക് ഗോൾഡ് 2022 കരാറിന് ശേഷം ഒരുപാട് ചിലവ് വരും ഖനന പദ്ധതികൾക്ക്. അപ്പോൾ ഈ ഖനന പദ്ധതികൾക്ക് വേണ്ടി ഇപ്പോൾ ADB, അത് അമേരിക്കൻ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നതാണ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ജപ്പാൻ, ഇങ്ങനെ പല ആളുകളെയും സമീപിച്ചു. സൗദിയെ സമീപിച്ചു. സൗദി ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ADBയുമായിട്ടൊക്കെ വായ്പയ്ക്ക് ഈ ചെമ്പ് ഖനനത്തിന് ഒക്കെ വേണ്ടി സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഒരു താല്പര്യം കണ്ണ് ബലൂചിസ്ഥാനിൽ വന്നു. അപ്പോൾ കാനഡ തെത്തിൻ കോപ്പർ കമ്പനി ആയിട്ട് ഒരു കേസ് നേരത്തെ കാനഡയിലെ തെത്തിൻ കോപ്പർ കമ്പനി ഇവിടെ ഖനനത്തിന് താല്പര്യമായിട്ട് വന്നിരുന്നു. പിന്നെ പാകിസ്ഥാൻ TCC എന്ന് പറയും, പാകിസ്ഥാൻ അവരുമായിട്ട് തർക്കമായി. ആ കേസിനൊക്കെ ശേഷമാണ് 2022 ബാറിക് ഗോൾഡ് വന്നത്. 50% ഓഹരി ബാറിക് ഗോൾഡിന്, ബാക്കി പാകിസ്ഥാന്, പിന്നെ ബലൂച്ച് പ്രവിശ്യ ഗവൺമെൻറ്, പൊതുസ്ഥാപനങ്ങൾ, അങ്ങനെയാണ് അതിൻ്റെ ഷെയർ. 70% ദരിദ്രരാണ് ബലൂചിസ്ഥാനിലുള്ളതെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും അവരുടെ പൊളിറ്റിക്കൽ വിങ്ങുമൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ഖനന സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ വരും. ചൈന കുറേ താല്പര്യങ്ങളുമായിട്ട് അവിടെ വരും, ഗ്വാദാർ തുറമുഖം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടുത്തുകാർക്ക്, യുവാക്കൾക്ക് തൊഴിലവസരമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഒരു ഗുണവും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നില്ല. പാകിസ്ഥാൻ പട്ടാള ഓഫീസർമാർ കോഴ മേടിക്കും, ഷഹബാസ് ഷെരീഫിനെ പോലുള്ള ആളുകൾ കോഴ മേടിക്കും, മുനീറിനെ പോലുള്ള പട്ടാളക്കാർ കോഴ മേടിക്കും. മറ്റേ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ബലൂജികൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത്. 1990കളിൽ ചൈനയുടെ മെറ്റലർജിക്കൽ കോർപ്പറേഷൻ ഈ സൈന്തക് കോപ്പർ ഗോൾഡ് മൈൻ 2002-2012 കാലത്ത് ഇതുപോലെ ഖനനം ചെയ്യാൻ കൊടുത്തിരുന്നു. $2 ബില്യൺ ചൈന, അതായത് ചൈനയുടെ മെറ്റലർജിക്കൽ കോർപ്പറേഷന് ഈ ബലൂചിസ്ഥാനിലെ സൈന്തക് കോപ്പർ ഗോൾഡ് മൈൻ കൊടുത്തിരുന്നു, ചെമ്പും സ്വർണ്ണമൊക്കെ ഉള്ളത്. $2 ബില്യൺ ചൈന ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ബലൂചിസ്ഥാന് അതുകൊണ്ടൊരു ഗുണമുണ്ടായില്ല. അപ്പോൾ മുമ്പ് തന്നെ പാഠങ്ങൾ ബലൂചികൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ റീക്കോ ദിക് ചെമ്പ് ഖനിയിൽ ഇവർ വന്ന് ബാറിക് ഗോൾഡ് എന്ന് പറഞ്ഞ ഖനനം ഭീമൻ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ ADB ഇപ്പോൾ പൈസ കൊടുക്കാം, വായ്പ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീക്കോ ദിക്കിൽ നിന്ന് കറാച്ചിക്ക് ഈ റോഡ് നെറ്റ്വർക്ക്, റെയിൽ പാത, ഇതൊക്കെ പണിയേണ്ട ആവശ്യമുണ്ട്. റീക്കോ ദിക്കിൽ നിന്ന് കറാച്ചിയിലേക്ക് ഈ ഖനനം ചെയ്തെടുക്കുന്ന വസ്തു, ചെമ്പ്, സ്വർണ്ണമൊക്കെ ആണെങ്കിൽ എത്തിക്കാനായിട്ട് റെയിൽ
പാത വേണം. അപ്പോൾ ആ റെയിൽ പാതയ്ക്ക് ADB സഹായം കൊടുക്കാം, വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ $3.5 ബില്യൺ അമേരിക്കയിൽ നിന്ന് കൊടുക്കാം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സൗദി കൊടുക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാരിക് ഗോൾഡിൻ്റെ CEO മാർക്ക് ബ്രിസ്റ്റോ G7 രാജ്യങ്ങളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. വേൾഡ് ബാങ്കിൻ്റെ ഇൻ്റർനാഷണൽ ഫിനാൻസ് കമ്പനി, ലോകബാങ്കിൻ്റെ, അവരും ഇതിൻ്റെ അകത്ത് പൈസ ഇറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. US എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ട്രംപ് പറഞ്ഞാലേ നടക്കുള്ളൂ. കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ADBയും കൊടുക്കും. ജർമ്മനി, കാനഡ, ജപ്പാൻ ഈ 3 രാജ്യങ്ങളും പണം ഇറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബലൂച്ച് സായുധ ഗ്രൂപ്പുകളുടെ മുന്നണിയുണ്ട്. ആ മുന്നണി ബലോച്ച് രാഗി ആജോ സംഘാർ, ബ്രാസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചളയാണല്ലോ, ബ്രാസ് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ബലൂച്ച്, രാഗി, ആജോയ്, സംഘാർ, ഈ ബലൂച്ച് സായുധ ഗ്രൂപ്പുകളുടെ മുന്നണി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് ബാരിക് ഗോൾഡ് സ്ഥലം കാലിയാക്കണം എന്നവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചൈനീസ് എഞ്ചിനീയർമാർക്കൊക്കെ ജീവൻ പോയ പോലെ ഇവരുടെ ജീവനും കുപ്പിയിലാവും. 2024 BLA ആക്രമണം 119% കൂടിയിട്ടുണ്ട് മുൻ വർഷത്തേക്ക് അപേക്ഷിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഇരട്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് സ്റ്റഡീസ് അവരുടെ കണക്കാണ് ഈ പറഞ്ഞത്. ഈ കൊല്ലം ഫെബ്രുവരിയിൽ 73% അക്രമങ്ങൾ ഉണ്ടായതായിട്ടും കണക്കുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ്സ്, ഈ ചാവേർ പട, അതാണ് മജീദ് ബ്രിഗേഡ്സ്. അവർ ഈ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മജീദ് ബ്രിഗേഡ്സിനെ വിദേശ ഭീകര സംഘടനയായിട്ട് അടുത്ത കാലത്ത് ഈ കണ്ണ് വെച്ചല്ലോ ഈ ഖനികളിൽ. അപ്പോൾ അമേരിക്ക ഈ മജീദ് ബ്രിഗേഡ്സിനെ വിദേശ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു ഓഗസ്റ്റിൽ. കറാച്ചി എയർപോർട്ടിനടുത്ത് ബോംബിങ് നടത്തി, അതാണ് കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ BLA അമേരിക്കയോടോ പിന്നെ അമേരിക്കൻ താല്പര്യമുള്ള ഏതെങ്കിലും സംഘടനയോടോ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. പല സ്ഥലത്തും ഭീകരർ അമേരിക്കയുടെ സ്വാധീന വലയത്തിലൊക്കെ പെട്ടിട്ടുണ്ടല്ലോ. ഹമാസും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ ഹമാസിൻ്റെ ആസ്ഥാനം ദോഹയിൽ വരുന്നതിൻ്റെ പിന്നിൽ തന്നെ മറ്റേ അമേരിക്ക പറഞ്ഞിട്ടാണ് എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ BLA ഒരു കാലത്തും അമേരിക്കയുടെ കൂടെ നിന്നിട്ടില്ല. മാർച്ചിലാണെങ്കിൽ ജാഫർ എക്സ്പ്രസ് സംഭവം, BLA പോരാളികൾ 28 മണിക്കൂർ അല്ലേ അതിൻ്റെ ട്രെയിൻ തടഞ്ഞു വെച്ചു. 2024 ഓഗസ്റ്റിൽ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ ഒരു ഓപ്പറേഷൻ തുടങ്ങി. എന്നിട്ട് സൈനിക താവളങ്ങളൊക്കെ ആക്രമിച്ചു BLA. ഇനി 11 ജില്ലകളിൽ ഒറ്റ രാത്രി ഈ ഓപ്പറേഷൻ ഹെറോഫ് അടിസ്ഥാനമാക്കി അവർ ആക്രമണം നടത്തി. BLA കമാൻഡർ ബഷീർ സോയിബ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഹെറോഫ് 2 വരാൻ പോകുന്നു. ഇതാണ് ഈ ബാരിക് ഗോൾഡിനെതിരെ, ആ ശ്രമത്തിനെതിരെ ഞങ്ങൾ ഹെറോഫ് 2 നടപ്പാക്കും. ഓഗസ്റ്റ് 26 വീഡിയോയിൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബലോച്ച് പരമാധികാരത്തിന് വിരുദ്ധമാണ് ഈ ഖനി ഭീമന്മാരുടെ താല്പര്യങ്ങൾ. ഞങ്ങൾ ഇതിനെ എതിർക്കും, ഓടിക്കും, ഇവിടെ കാല് കുത്തരുത് എന്ന് ബാരിക് ഗോൾഡിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ ഇടനാഴിയൊക്കെ ഇപ്പോൾ വേണ്ട പോലെയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ റെയിൽവേയിൽ പണം ഇറക്കുന്നില്ല എന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയ്ക്ക് കണ്ണുണ്ടെങ്കിലും ബലൂചിസ്ഥാനിൽ അമേരിക്കയും ചൈന എന്താണോ നേരിട്ടത് അത് തന്നെ നേരിടും എന്നുള്ളതാണ് അവസ്ഥ. അമേരിക്ക പാഠങ്ങളൊന്നും പഠിക്കുന്നില്ല. അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ബലൂചിസ്ഥാനിലെ കണ്ണുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം.
പക്ഷേ ബലൂജികൾ വിടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.